ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. ചിന്തകളും ആഗ്രഹങ്ങളും എത്രത്തോളം ശക്തമാണോ അതിനനുസരിച്ചായിരിക്കും പ്രപഞ്ചം ഫലം തരുന്നത്. പ്രപഞ്ചം നിങ്ങളുടെ വൈബ്രേഷൻ അഥവാ ഊർജ്ജ സ്പന്ദനത്തോട് മാത്രമേ പ്രതികരിക്കുകയുള്ളൂ, നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ല. പോസിറ്റീവായ ചിന്തകൾ അനുകൂലമായ റിസൾട്ട് തരുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ പ്രതികൂലമായ ഫലം തരുന്നു. ക്ലിയറായി ചോദിക്കുക, കിട്ടിയെന്ന് വിശ്വസിക്കുക, നന്ദിയോടെ കാത്തിരിക്കുക. ഇനി നിങ്ങളുടെ വൈബ്രേഷൻ അഥവാ ഊർജ്ജ സ്പന്ദനം വർദ്ധിപ്പിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ നടത്താൻ ആവശ്യമായ ചില ടെക്നിക്കുകൾ പറയാം. നന്ദി പറയുക. നന്ദി നിങ്ങളുടെ ഊർജ്ജസ്പന്ദനം വർദ്ധിപ്പിക്കും. നിങ്ങൾക്കിപ്പോഴുള്ള നല്ല കാര്യങ്ങളെ ഓർത്ത് ദിവസവും 5 മിനിറ്റ് നന്ദി പറയുക. നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ പ്രപഞ്ചം കൂടുതൽ സന്തോഷം നിങ്ങൾക്ക് തരും. നന്ദി, ഇത് നിങ്ങളുടെ മനസ്സിനെയും പ്രപഞ്ചത്തെയും ഒരേ ഫ്രീക്വൻസിയിൽ കൊണ്ടുവരും. അടുത്തതായി വിഷ്വലൈസേഷൻ അഥവാ സങ്കല്പം ചെയ്യുക. കണ്ണടച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയ ശേഷം എങ്ങനെയായിരിക്കും നിങ്ങളുടെ ജീവിതം എന്ന് മനസ്സിൽ കാണുക. പുതിയ കാർ ഓടിക്കുന്നതും സ്വപ്നഗ്രഹത്തിലിരുന്ന് ചായ കുടിക്കുന്നതും വ്യക്തമായി സങ്കൽപ്പിക്കുക. ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ട്രെയിൻ ചെയ്യും. നിങ്ങളുടെ ബോധ മനസ്സിനും പ്രപഞ്ചത്തിനുമിടയിലുള്ള കണ്ണിയാണ് ഉപബോധ മനസ്സ്. നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രപഞ്ചത്തെ അറിയിക്കുന്നത് ഉപബോധ മനസ്സാണ്. അവർ തമ്മിൽ ഉപയോഗിക്കുന്ന ഭാഷ ഫ്രീക്വൻസിയാണ്, വാക്കുകളല്ല. അപ്പോ ഒരു പ്രത്യേക ആവശ്യം നടത്തിക്കിട്ടാൻ ഉപബോധ മനസ്സിനോട് എങ്ങനെ ആവശ്യപ്പെടാം? അതാണ് അടുത്ത ടെക്നിക്. അഫിർമേഷൻസ്, ഓട്ടോ സജഷൻസ് എന്നിവ ഉപയോഗിക്കുക. പോസിറ്റീവായ വാക്കുകൾ ആവർത്തിച്ചു പറയുക. എനിക്ക് ധാരാളം പണമുണ്ട്, ഞാൻ സമ്പന്നനാണ്, ഞാൻ ആരോഗ്യവാനും സന്തോഷവാനുമാണ് എന്ന് ദിവസവും ആവർത്തിച്ച് 100% ഉറപ്പോടെ പറയുക. ഈ പോസിറ്റീവ് വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ മാറ്റിമറിക്കും, ഒപ്പം പ്രപഞ്ച അൽഗോരിതത്തിലേക്ക് കൃത്യമായ സന്ദേശം നൽകുകയും ചെയ്യും. എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്? ശാസ്ത്രീയമായ വിശദീകരണം നോക്കാം. ചിന്തകൾ എങ്ങനെ പണമായി മാറുന്നു? നിങ്ങളുടെ ചിന്തകൾ, വികാരങ്ങൾ, ആഗ്രഹങ്ങൾ ഇവയെല്ലാം ഒരു തരം വൈബ്രേഷൻ അല്ലെങ്കിൽ ഊർജ്ജ സ്പന്ദനമാണ്. നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് ശക്തമായി ചിന്തിക്കുമ്പോൾ അത് പ്രപഞ്ചത്തിലേക്ക് ഒരു സിഗ്നലായി പോകുന്നു. പ്രപഞ്ചം അത് മനസ്സിലാക്കുന്നു, കാരണം പ്രപഞ്ചത്തിന്റെ ഭാഷ വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്, വാക്കുകളല്ല. നിങ്ങളുടെ ഫ്രീക്വൻസി മനസ്സിലാക്കി, ഓ, ഈ ആൾക്ക് ഇതാണ് വേണ്ടത് എന്ന് പ്രപഞ്ചം തീരുമാനിക്കുന്നു. യൂട്യൂബ് നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി വീഡിയോകൾ റെക്കമെൻഡ് ചെയ്ത് കാണിക്കുന്നത് പോലെ പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളെ, അവസരങ്ങളെ, സാഹചര്യങ്ങളെയൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. നിങ്ങളുടെ യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഫീഡ് എന്ത് തരത്തിലാണ്? ഫീഡ് നിറയെ നെഗറ്റീവ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ തിരയുന്നതും കാണുന്നതും നെഗറ്റീവായ കാര്യങ്ങളായിരിക്കും. അതുപോലെ നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും നെഗറ്റീവായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം മാജിക് അല്ല, ഇത് ശാസ്ത്രമാണ്. നിങ്ങളുടെ ചിന്തകൾ എനർജി വേവ് ആണ്. എല്ലാ എനർജികൾക്കും ഒരു പ്രത്യേക സ്പന്ദന നില അഥവാ ഫ്രീക്വൻസിയുണ്ട്. സമാന സ്പന്ദന നിലയുള്ളവർ പരസ്പരം ആകർഷിക്കപ്പെടുന്നു. ആൽബർട്ട് ഐൻസ്റ്റൈന്റെ E=mc² എന്ന ഊർജ്ജ സിദ്ധാന്തം ആകർഷണ നിയമത്തെ ശാസ്ത്രീയമായി വിശദീകരിക്കുമ്പോൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഐൻസ്റ്റൈന്റെ ഈ സമവാക്യം പറയുന്നത് മാസ് അഥവാ ദ്രവ്യം അതീവ സാന്ദ്രമായ ഊർജത്തിന്റെ രൂപമാണ് എന്നാണ്. അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, നിങ്ങളുടെ ശരീരം, ചിന്തകൾ, വികാരങ്ങൾ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് എല്ലാം തന്നെ എനർജി അഥവാ ഊർജമാണ്. ക്വാണ്ടം ഫിസിക്സ് ഈ ആശയത്തെ പിന്തുണയ്ക്കുന്നു. നിങ്ങൾ പോസിറ്റീവ് ചിന്തകളിലൂടെയും സന്തോഷം, നന്ദി, സ്നേഹം തുടങ്ങിയ ഉയർന്ന വികാരങ്ങളിലൂടെയും നിങ്ങളുടെ ഊർജ്ജ സ്പന്ദനം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ അതേ വൈബ്രേഷനിലേക്ക് എത്തുന്നു. അങ്ങനെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നു. നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ആകർഷിച്ചെടുക്കാനുള്ള ശേഷി നേടുന്നു. നിങ്ങളുടെ ചിന്തകൾ ശൂന്യമല്ല, അവ ഊർജമാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് ഒരു വൈബ്രേഷണൽ തരംഗം പുറത്തുവിടുകയാണ്. അവസാന ചിന്ത, നിങ്ങൾ എന്താകുന്നുവോ അതാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. നിങ്ങൾ ഞാൻ പരാജയപ്പെടുമോ എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പരാജയത്തിന്റെ ഫ്രീക്വൻസിയിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത്. പക്ഷേ ഞാൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്കായി വിജയത്തിന്റെ വഴികൾ തുറക്കും. നിങ്ങൾ എന്ത് ചിന്തിച്ചാലും പ്രപഞ്ചം അതിന്റെ റെക്കമെൻഡേഷൻസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് നല്ലത് ചിന്തിക്കുക, വലിയ സ്വപ്നങ്ങൾ കാണുക, വിശ്വസിക്കുക. നിങ്ങൾ എന്താകുന്നുവോ അതാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആദ്യം നിങ്ങളെ മാറ്റുക, പുറത്തുള്ള ലോകം സ്വയം മാറും.
ആകർഷണ നിയമത്തെക്കുറിച്ചുള്ള പ്രശസ്തമായ ചില പുസ്തകങ്ങൾ ഞാൻ നിർദ്ദേശിക്കാം. ദ സീക്രട്ട് എന്ന റോണ്ട ബേണിന്റെ പുസ്തകവും തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന നെപ്പോളിയൻ ഹില്ലിന്റെ പുസ്തകവും ഈ നിയമത്തിന്റെ പ്രായോഗിക തലങ്ങൾ വിശദീകരിക്കുന്നു. കൂടാതെ ജോസഫ് മർഫിയുടെ ദ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകം നിങ്ങളുടെ ചിന്തകളുടെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അനുഭവം കമന്റ് ചെയ്യൂ.